ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു വസല്ലം വബാരിക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ആഷിഖ് ബിൻ അബ്ദുൽ അസീസിൻ്റെ വ്യാജവാദങ്ങൾക്കുള്ള മറുപടി മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആഷിഖ് കാട് വെച്ചിട്ടും അതുപോലെ വാടാനപ്പള്ളി വെച്ചും 2 ക്ലാസ് എടുത്തു. ആ ക്ലാസ്സുകളിൽ പറഞ്ഞ വഴികേടുകൾ, പല കള്ളങ്ങളും ആ ക്ലാസ്സുകളിൽ ആഷിഖ് പറഞ്ഞിട്ടുണ്ട്. കുബൂരിയെ മുസ്ലിമാക്കി അംഗീകരിപ്പിക്കാൻ വേണ്ടി അതിൽ ആഷിഖ് സംസാരം കേട്ട ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഷിർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും തൗഹീദിനെതിരെ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവരെ പല ഉദുറുകളും, അതായത് എക്സ്ക്യൂസുകളും കൊടുത്ത് മുസ്ലിമായി അംഗീകരിക്കാം. അങ്ങനെയാണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്നാണ് ആഷിഖ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ആഷിഖ് ധാരാളം തെളിവുകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത്. തെളിവുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമൊന്നും ഉദ്ധരിച്ചിട്ടില്ല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹ് ഹദീസൊന്നും ഉദ്ധരിച്ചിട്ടില്ല. ഉലമാക്കളുടെ പണ്ഡിതന്മാരെ കൗലുകളെടുത്ത് തിരിമറി നടത്തി വട്ടം കറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് എല്ലാവർക്കും കേട്ട ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ അള്ളാഹുവിൻ്റെ കലാമ് അള്ളാഹുവിൻ്റെ ഖുർആനിലെ നസ്സുകൊണ്ടോ സ്വഹീഹ് ഹദീസിലെ നസ്സുകൊണ്ടോ ഒന്നും ആഷിഖ് അതൊന്നും അവിടെ തെളിയിച്ചിട്ടില്ല. അവിടെ ഷെയ്ഖ് റബി പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു തൈമീൻ പറഞ്ഞു, ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു, അതുപോലെ ഇബ്നു തൈമിയ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് കെട്ടിച്ചമച്ചു, അത്രേ ഉള്ളൂ. അത് ഈ ഉലമാക്കളെ പേരിലെല്ലാം പലതും കെട്ടിച്ചമച്ചതാണ് എന്നുള്ളത് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും. അതല്ലാതെ ആഷിഖ് പറയുന്നതെല്ലാം വിഴുങ്ങി ആഷിഖ് പറയുന്നതാണ് ശരി, മഹാപണ്ഡിതനായ ആഷിഖ് പറയുന്നതാണ് ശരി എന്നൊക്കെ ഉദ്ദേശിച്ച് നടക്കുന്ന ആളുകളെ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, അവരവരുടെ റൂട്ടിൽ പോകും, അത്രേ ഉള്ളൂ. എന്തായാലും ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആഷിഖ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പേരിൽ ഒരു പച്ച കള്ളം കെട്ടിച്ചമച്ച് കുബൂരെ മുസ്ലിമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ആ കള്ളം കേട്ട് കഴിഞ്ഞാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പേരിൽ ആഷിഖ് പറഞ്ഞ ആ കള്ളം കേട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഇതാണ് പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പേരിൽ ആഷിഖ് പറഞ്ഞ കള്ളം ഇതാണ്, കേട്ടോളൂ. ഇത് ഞാൻ കിതാബിലും തെളിയിച്ചു തരും ആഷിഖ് പറഞ്ഞത് കള്ളമാണെന്ന്. ഇബ്നു തൈമിയ പറഞ്ഞു പോലും ഷിർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ ആരാ? നമ്മുടെ നാട്ടിലെ കുബൂരികളെ പോലുള്ള ആളുകളാണ് എന്ന് അങ്ങനെയുള്ള ആളുകളോട് ആഷിഖ് പറഞ്ഞു, അല്ല ഇബ്നു തൈമിയ പറഞ്ഞു എന്നാണ് ആഷിഖ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ കുബൂരികളുടെ അവസ്ഥ എന്താ? ആഷിഖിൻ്റെ കൂട്ടുകാരും തന്നെ, ആഷിഖിൻ്റെ കൂടെയുള്ള ആയിമാരും തന്നെ പറയുന്നതാണ്, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കുബൂരികൾ മക്കത്തെ മുശ്രിക്കിനേക്കാളും കാഠിന്യമേറിയ കുഫറിലാണ് ഉള്ളത് എന്ന് അവർ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സാജിദ് എല്ലാം അവൻ്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ മുസ്ലിമാണെന്ന് അറിയപ്പെടുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകൾ മക്കത്തെ മുശ്രിക്കിനേക്കാളും ഏതാണ്ട് 20ഓളം പോയിന്റുകൾ സമർത്ഥിച്ചിട്ട്, അതോ 15 പോയിന്റോ 20 പോയിന്റോ പറഞ്ഞിട്ട് സാജിദ് പറയുന്നുണ്ട്, അവർ മക്കത്തെ മുശ്രിക്കിനേക്കാളും വലിയ കാഠിന്യമേറിയ കുഫറിലാണ്. അപ്പോൾ മക്കത്തെ മുശ്രിക്കിനേക്കാളും വലിയ ഷിർക്കിലും കുഫറിലുമുള്ള കേരളത്തിലെ കുബൂരികൾ, ഷെയ്ഖ് ഇബ്നു തൈമിയുടെ കാലത്തുണ്ടായിരുന്ന കുബൂരികൾ, ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ കാലത്തുണ്ടായിരുന്ന കുബൂരികൾ, അദ്ദേഹം എല്ലാം വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇവർ മക്കത്തെ മുശ്രിക്കിനേക്കാളും വലിയ കുഫറിലാണ് എന്ന് ആഷിഖിൻ്റെ കൂട്ടരൊക്കെ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കുബൂരികളെ മുസ്ലിമായി അംഗീകരിപ്പിക്കാൻ വേണ്ടി ഇബ്നു തൈമിയയുടെ ഇബാറത്ത് ഉദ്ധരിച്ച് ഇബ്നു തൈമിയ ഇത്തരം ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു പോലും. എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയ ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു പോലും. ഇതാണ് പറഞ്ഞത്. എന്താ പറയുന്നത്? ആഷിഖ് പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം, ആഷിഖിൻ്റെ ക്ലിപ്പിൽ നിന്ന് തന്നെ കേൾപ്പിച്ചു തരാം, ഞാൻ കള്ളം പറയുകയല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഇബ്നു തൈമിയ പറഞ്ഞു പോലും ഷിർക്ക് ചെയ്യുന്ന ആളുകളോട്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളുടെ വാദം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കാഫിറാകും. അതായത് നിങ്ങൾ പറയുന്നത് ഷിർക്കാണല്ലോ, നിങ്ങളുടെ വാദം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കാഫിറാകും, പക്ഷെ നിങ്ങളെ ഞാൻ കാഫിറാക്കൂല. കാരണം എന്താ? നിങ്ങൾ ജാഹിലുകളാണ്. അപ്പോൾ ഷിർക്ക് അഥവാ ബഹുദൈവാരാധന, മിൻ അഅ്ളമി ദുനൂബ്, ഏറ്റവും വലിയ പാപമായ ഷിർക്ക്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക, സൃഷ്ടികളെ ആരാധിക്കുക. ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകളോട് ഇബ്നു തൈമിയ പറഞ്ഞു പോലും നിങ്ങളെ പ്രവൃത്തി ഞാൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വാദം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കാഫിറാവും, പക്ഷെ നിങ്ങളെ ഞാൻ കാഫിറാക്കൂല, കാരണം നിങ്ങൾ ജാഹിലുകളാണ്, അപ്പോൾ നിങ്ങളെ ഞാൻ മുസ്ലിമാക്കി അംഗീകരിച്ചു എന്ന് ഇബ്നു തൈമിയ പറഞ്ഞു എന്നാണ് ഈ ചങ്ങാതി പറയുന്നത്, ആഷിഖ് ബിൻ അബ്ദുൽ അസീസ്. ഇനി ആഷിഖ് അത് തന്നെയല്ലേ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. കാരണം ഒന്ന് കേട്ടു നോക്കാം, ആഷിഖ് പറഞ്ഞത് അത് തന്നെയല്ലേ എന്ന്. ഇനിയിപ്പോൾ സംശയം തീർക്കാം, കേട്ടോളൂ. ഷെയ്ഖുൽ ഇസ്ലാം ആ വ്യക്തിക്ക് മറുപടിയായി
ഇർജാഉം ഉസ്റു ബിൽ ജഹലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഏതൊരാൾക്കും എന്നുള്ളത് ധാരാളം ഉലമാക്കൾ പറഞ്ഞ കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കിതാബ് ഏറ്റവും വലിയ തെളിവാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ബക്രി. ബക്രിയുടെ വാദം എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം. ഇന്ന് ഷിർക്കിന്റെ വാദം എന്ന് പറയുന്ന ഇതേ വാദം. അള്ളാഹു അല്ലാത്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താം എന്നുള്ളതാണ് ആരുടെ വാദം? ബക്രിയുടെ വാദം. ഷെയ്ഖുൽ ഇസ്ലാം ആ വ്യക്തിക്ക് മറുപടിയായി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബക്രി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മൂപ്പർക്ക് ഇബ്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യാമെന്ന വാദം ഉണ്ടായിരുന്നു. ആ ആൾക്ക് റദ്ദായിക്കൊണ്ട് കിതാബ് ഇസ്തിഗാസത്തെ റദ്ദ് അലൽ ബക്രി എന്ന് പറഞ്ഞൊരു കിതാബുൽ ഇസ്തിഗാസ ഫി റദ്ദ് അലൽ ബക്രി എന്ന് പറഞ്ഞ കിതാബ് ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട്. ഇയാൾക്ക് റദ്ദായിക്കൊണ്ട് അതിൽ അദ്ദേഹം ഇസ്തിഗാസ ശിർക്കാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ബക്രിയെ ഇബ്നു തൈമിയ്യ കാഫിർ ആക്കിയിട്ടില്ല. ആ വാദം പറഞ്ഞ ബക്രിയെ ഇബ്നു തൈമിയ്യ കാഫിർ ആക്കിയിട്ടില്ല എന്ന് ആഷിഖ് പറയുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അതിന് ശേഷം ഇങ്ങനെ ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ഇബ്നു തൈമിയ്യ പറഞ്ഞു ഞാൻ നിങ്ങളെ കാഫിറാക്കൂല എന്ന് പറഞ്ഞാൽ അതുണ്ട്, രണ്ടുണ്ട്. അപ്പോൾ ഇതിൽ ബക്രിയുടെ വിഷയം ഒരു വേറെ വിഷയമാണ്. അതിന് വേറെ തന്നെ നമ്മൾ റദ്ദ് കൊടുക്കുന്നതാണ്. അത് ഓൾറെഡി യാസിർ ബിൻ ഹംസക്ക് കൊടുത്ത റദ്ദിൽ ബക്രിയുടെ വിഷയം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ ബക്രിയെ കാഫിറാക്കിയിട്ടുണ്ട് എന്നതിലുള്ള തെളിവ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വിഷയം ബക്രിയുടെ വിഷയം നോക്കേണ്ട ആളുകൾക്ക് യാസിർ ബിൻ ഹംസക്ക് കൊടുത്ത റദ്ദ് യൂട്യൂബിൽ ഉണ്ടാവും, അത് കാണാം. അതല്ലെങ്കിൽ ആഷിഖിന് വേറെ കൊടുക്കുന്നതാണ്, അത് വേറെ ക്ലിപ്പായിട്ടിടും. ഇപ്പോൾ ഇനി ആഷിഖ് പറയാൻ പോകുന്ന വിഷയം ബക്രിയുടെ വിഷയം പറഞ്ഞിട്ട് ബക്രിക്ക് എഴുതി കൊടുത്ത ആ കിതാബിൽ മൊത്തത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ഞാൻ നിങ്ങളെ കാഫിറാക്കൂല എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് നമുക്ക് കേൾക്കാം. അതിനി ആഷിഖ് പറയാൻ പോകുന്നു. ആ വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ആഷിഖ് ഇബ്നു തൈമിയ്യയുടെ പേരിൽ കള്ളം പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കാൻ ഇരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്ന് കേൾക്കൂ, ബാക്കി കേൾക്കൂ. പക്ഷെ ഷെയ്ഖുൽ ഇസ്ലാം ആ വ്യക്തിയെ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം അതേ കിതാബിൽ അത് കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം അതേ ഒന്നുകൂടി കേൾക്കാം, കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഒന്നുകൂടി കേൾക്കാം വിഷയം. ബക്രി. ബക്രിയുടെ വാദം എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം. ഇന്ന് ഷിർക്കിന്റെ വാദം എന്ന് പറയുന്ന ഇതേ വാദം. അള്ളാഹു അല്ലാത്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്താം എന്നുള്ളതാണ് ആരുടെ വാദം? ബക്രിയുടെ വാദം. ഷെയ്ഖുൽ ഇസ്ലാം ആ വ്യക്തിക്ക് മറുപടിയായി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഷെയ്ഖുൽ ഇസ്ലാം ആ വ്യക്തിയെ കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം അതേ കിതാബിൽ അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെയുള്ള ആളുകളോട് മറ്റുമൊക്കെ ഈ ഭാഗം ശ്രദ്ധിക്കണം. അതേ കിതാബിൽ അദ്ദേഹം ഇങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞു, ഏത് ശിർക്ക് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആഷിഖ് വായിക്കാൻ പോകുന്ന ഭാഗത്തിനാണ് നമ്മൾ ഈ ക്ലിപ്പിൽ മറുപടി കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വീണ്ടും തുടങ്ങുന്നു. കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം അതേ കിതാബിൽ അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെയുള്ള ആളുകളോട് മറ്റുമൊക്കെ പറയാറുള്ളത് നിങ്ങൾ പറയുന്ന വാദം ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ കാഫിറാകുമായിരുന്നു, പക്ഷെ നിങ്ങളെ ഞാൻ കാഫിറാക്കുകയില്ല. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ആ കിതാബിൽ പറഞ്ഞതാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രവാചകരോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നവരെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം പറയാണ് ഞാൻ നിങ്ങളെ കാഫിറാക്കുകയില്ല. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം എന്തുകൊണ്ടാണ് ജഹല് പിൽക്കാലഘട്ടത്തിൽ വ്യാപിച്ചു, ആളുകൾക്ക് യഥാർത്ഥ ദീൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവരെ കാഫിറാക്കുകയില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു. സഹോദരങ്ങളെ കേട്ടല്ലോ, ഇത് ഞാൻ പറഞ്ഞതല്ല, ആഷിഖ് പറഞ്ഞതാണ്. ആഷിഖിന്റെ ക്ലിപ്പാണ് നിങ്ങൾ കേൾപ്പിച്ചത്. ഏതാണ്ട് 19:30 മിനിറ്റ് മുതൽ 20:21 മിനിറ്റ് വരെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ആഷിഖ് പറഞ്ഞിട്ടുണ്ട്. ഇത് വാടാനപ്പള്ളിയിൽ എടുത്ത ക്ലാസ്സിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ആഷിഖ് ഇബ്നു തൈമിയ്യ എന്ത് പറഞ്ഞു എന്നാണ് സമർത്ഥിക്കുന്നത്. ആഷിഖ് പറഞ്ഞു ഇബ്നു തൈമിയ്യ പറഞ്ഞു പോലും ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് കിതാബ് ഇസ്തിഗാസ ഫി റദ്ദ് അലൽ ബക്രി എന്ന കിതാബിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാഫിറാക്കൂല, നിങ്ങൾ ജാഹിലുകളാണ്, നിങ്ങളുടെ വാദം ഞാനാണ് പറയുന്നതെങ്കിൽ ഞാൻ കാഫിറാവും, പക്ഷെ നിങ്ങളെ ഞാൻ കാഫിറാക്കൂല, നിങ്ങൾ ഷിർക്ക് ചെയ്താലും നിങ്ങളെ ഞാൻ കാഫിറാക്കൂല, കാരണം നിങ്ങൾ ജാഹിലുകളായതുകൊണ്ട് എന്ന് ഇബ്നു തൈമിയ്യ ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു എന്നാണ് ആഷിഖ് പറയുന്നത്. എവിടെ കിതാബിൽ ഏത് ഭാഗത്ത് ആഷിഖ്? കിതാബിൽ ഏത് ഭാഗത്താണ് ഇബ്നു തൈമിയ്യ ഇങ്ങനെ ഷിർക്കിന്റെ ആളുകളോട്, ഷിർക്ക് ചെയ്യുന്ന ആളുകളോട്, അതായത് കുബൂരികളോട്, ഈ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഖബറിനെ ആരാധിക്കുന്ന ആളുകളോട് എവിടെ പറഞ്ഞു എന്നാണ്? കിതാബ് ഇസ്തിഗാസ ഫി റദ്ദ് അലൽ ബക്രി എന്ന കിതാബിലെ ആഷിഖ് പറഞ്ഞ ഷിർക്കിന്റെ ആളുകളോട്, ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് ഇബ്നു തൈമിയ്യ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് ആഷിഖ് ഒന്ന് ശ്രദ്ധിക്കണം, ആഷിഖിന്റെ ആളുകൾ ശ്രദ്ധിക്കണം. ആഷിഖ് വെറുതെ കിതാബിന്റെ പേര് പറഞ്ഞു, പക്ഷെ ഇബാറത്ത് വായിച്ചിട്ടില്ല, പേജ് നമ്പർ പറഞ്ഞിട്ടില്ല, ഇബാറത്ത് വായിച്ചിട്ടില്ല.
അതിന്റെ താഴെ ഫൂട്ട് നോട്ടിൽ ആ പിന്നെ ഇബ്നു തൈമിയയുടെ ഇബാറത്തിനെ കുറിച്ച് നജ്ദിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉലമാക്കൾ പറഞ്ഞത് ഒന്നും വായിച്ചിട്ടില്ല. ആഷിക്ക് വായി തോന്നിയത് അങ്ങോട്ട് പറഞ്ഞു, വായി തോന്നിയത് ആഷിക്ക് അങ്ങ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അതിനെക്കുറിച്ച് വേറെ ആരെങ്കിലും പറഞ്ഞതൊന്നും നോക്കുന്നില്ല. ഇബാറത്ത് പോലും വായിച്ചിട്ടില്ല, അറബി വായിച്ചിട്ട് പോലില്ല. ഇത് കേട്ടിട്ട് ആഷിക്കിന്റെ ആളുകൾ സൂപ്പർ, ഇബ്നു തൈമിയ ശിർക്ക് ചെയ്യുന്നവരെ മുസ്ലിം ആക്കിയതാണ്, ഇബ്നു തൈമിയ ശിർക്ക് ചെയ്യുന്നവരെ മുസ്ലിമായി അംഗീകരിച്ചു, കാഫിറാക്കിയിട്ടില്ല എന്ന് ഇത് കേൾക്കുന്ന ആഷിക്കിന്റെ ആളുകൾ ഭയങ്കര ആളിക്കളി. ഇതാണ് സത്യം എന്ന് വിചാരിച്ചിട്ട്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ചങ്ങാതി കള്ളം പറഞ്ഞതാണ്, പച്ചക്കള്ളം ഇബ്നു തൈമിയയുടെ പേരിൽ കെട്ടിച്ചമച്ചതാണിത്. ഷിർക്കിന്റെ ആളുകളോട് ഇബ്നു തൈമിയ പറഞ്ഞതല്ല ഇത്. ഷിർക്ക് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പോലുള്ള കുബൂരികളോട് എന്നെന്നും ഷിർക്കിന് വേണ്ടി വാദിക്കുന്ന, ഷിർക്കാണ് അള്ളാഹുവിന്റെ മതം എന്ന് വാദിക്കുന്ന, തൗഹീദിന്റെ കൊടിയ ശത്രുക്കളായി നിൽക്കുന്ന ആളുകളോട് ഇബ്നു തൈമിയ പറഞ്ഞതല്ല ഇത്. മക്കത്തെ മുശ്രിക്കിനേക്കാളും വലിയ കുഫറിലും ഷിർക്കിലും ആറാടുന്ന കുബൂരികളോട്, തൗഹീദിന്റെ ആളുകളെ ഉപദ്രവിക്കാൻ വരുന്ന 100 വർഷത്തിലേറെമായി ഷിർക്കിന് വേണ്ടി പ്രയത്നിക്കുന്നവന് ജനതയെ മുസ്ലിമാക്കാൻ വേണ്ടി അവരോട് ഇബ്നു തൈമിയ പറഞ്ഞതല്ലത്. ഷിർക്കിന്റെ ആളുകളോട് പറഞ്ഞതല്ല. മനസ്സിലാക്കണം. ഈ കിതാബിൽ നിങ്ങൾ വരണം. കിതാബിൽ 253 പേജ് അതിൽ വരണം. അവിടെയുണ്ട് ഈ ആഷിക്ക് കോട്ടി മാറ്റി പറഞ്ഞ ഇബാറത്ത്. ഇത് ആഷിക്ക് മാത്രമല്ല ഇബാറത്തിനെ കോട്ടി മാറ്റി കുബൂരിയെ മുസ്ലിമാക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. പണ്ട് സുബൈർ മൗലവി മൂപ്പര ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവരെപ്പോലുള്ള ഈ കുബൂരികളെ മുസ്ലിമായി അംഗീകരിക്കണം. ഷിർക്കിലാണെങ്കിലും ബഹുദൈവാരാധകരാണെങ്കിലും ബഹുദൈവാരാധന ഉണ്ടെങ്കിലും അവരെ മുവഹിദുകളും മുസ്ലിമുകളാക്കി അംഗീകരിക്കണം എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും കൊണ്ടുവരുന്ന, പല സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരുന്ന ഒരു ഇബാറത്താണിത്. ഇത് പറഞ്ഞ് ജനങ്ങളെ പൊട്ടീസാക്കാന്നല്ലാതെ വേറെ യാതൊരു കാര്യമില്ല. നമുക്ക് ആ ഇബാറത്തൊന്ന് നോക്കാം. ആരോട് പറഞ്ഞു? കിതാബിൽ എവിടെ പറഞ്ഞു? ആരെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു? ആരോടാണ് ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ളത്? ഷിർക്കിന്റെ ആളുകളോടാണെന്ന് ആഷിക്ക് പറയുന്നു. നമുക്ക് വായിച്ചു നോക്കാം ഇത് ആരോടാണ് ഇബ്നു തൈമിയ പറഞ്ഞത്. 253 പേജിൽ വരൂ, താഴെ കാണാം. ഇത് മക്തബ ഷാമിലിയിലാണ് ഈ കിതാബ്. ഞാൻ വായിക്കുന്നത് മക്തബ ഷാമിലിൽ നിന്നാണ്. കിതാബ് 253 പേജ്. ഹാർഡ് കോപ്പി കിതാബാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേജ് നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് റഫർ ചെയ്യുന്നവർ ഈ മക്തബ ഷാമിലിൽ നിന്ന് തന്നെ കിതാബ് റഫർ ചെയ്യുക. 253 പേജ്. അതിന്റെ താഴെ കാണാം വലിഹാസ. ഇബ്നു തൈമിയ പറയുന്നു, വലിഹാസ കുന്തു അഖൂലു ലിൽ ജഹമിയ, അതുകൊണ്ട് ഞാൻ ജഹമിയാക്കളോട് പറഞ്ഞു, മിനൽ ഹുലൂലിയത്തി വന്നിഫാത്ത് അല്ലദീന നഫു അൻ യകൂന അല്ലാഹ തആല ഫൗഖുൽ അർശ് ലിമാ വഖഅത് മിഹ്നതഹും أن لو وافقتكم كنت كافرا لأني أعلم أن قولكم كفر وأنتم عندي لا تكفرون لأنكم جهال وكان هذا خطابا لعلمائهم وقضاتهم وشيوخهم وأمرائهم. ഇതാണ് സഹോദരങ്ങളെ ഇയാൾ പറഞ്ഞ ആഷിഖ് പറഞ്ഞ ഇബ്നു തൈമിയ പറഞ്ഞു, മുശ്രിക്കുകളോട്, ശിർക്ക് ചെയ്യുന്ന ആളുകളോട് നിങ്ങളെ മുസ്ലിമാക്കുന്നു, കാഫിറാക്കുന്നില്ല എന്ന് ആഷിഖ് പറഞ്ഞ ഇബാറത്ത് ഇതാണ്. ആ കിതാബ് എന്നാണ് വായിക്കുന്നത്. ഇതിലെവിടെ ഷിർക്കിന്റെ ആളുകളോട് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു, വലിഹാസ കുന്തു അഖൂലു ലിൽ ജഹമിയ, ഞാൻ ജഹമിയാക്കളോട് പറഞ്ഞു. ഏത് ജഹമിയാക്കളെ? ജഹമിയാക്കൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിൽ, അതായത് മുവഹിദുകളായി അറിയപ്പെട്ടിരുന്ന മുസ്ലിമീങ്ങളായ ആളുകളിൽ പിന്നെ പല ബിദഅത്ത് വാദങ്ങളും വരും. ഇർജാവാദം, ഖദരിയാവാദം, പിന്നെ ജഹ്മിവാദം, ഖാരിജിവാദം, മുഅ്തസിലിവാദം, അങ്ങനെ പല വാദങ്ങളും പുതിയ ബിദഅത്ത് വാദങ്ങൾ വരും മുസ്ലിമീങ്ങളായി മുവഹിദുകളായി അറിയപ്പെട്ട ആളുകളിൽ. അതായത് ഷിർക്കിന്റെ ആളുകളെയും വിട്ടുപോകുന്ന ആളുകളിൽ. ഇവരുടെ ബിദഅത്തിനെതിരെ ഇബ്നു തൈമിയ സംസാരിച്ചു. അത്തരം ബിദഅത്ത്വാദികൾ അന്നൊക്കെ ഉണ്ടായിരുന്നു. ആ ബിദഅത്ത്വാദികൾ അവരുടെ ബിദഅത്തുമായി ഒത്തുപോകാത്ത ആളുകളെ പലരെയും ഉപദ്രവിക്കുകയും പലരെയും തക്ഫീർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന വിഷയം അദ്ദേഹം ഈ കിതാബിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇസ്ലാമിന്റെ അകത്ത് അഹ്ലുൽ ബിദ്അയായി അറിയപ്പെട്ടിരുന്ന ആളുകൾ, അത്തരം ആളുകളെ അവരെ തക്ഫീർ ചെയ്ത്, ബിദഅത്തിന്റെ ആളുകളാണ്, പല ബിദഅത്തിലും കുഫറുണ്ടാവും. അത്തരം ബിദഅത്തിന്റെ ആളുകളെ അവരിലുള്ള കുഫർ കാരണമായി തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് അവർക്കിത് അറിവ് കിട്ടിയിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും വ്യാഖ്യാനങ്ങളുടെ മാറ്റി കൊടുക്കണം, അവർക്ക് അറിവ് കിട്ടിയില്ല പറഞ്ഞു കൊടുക്കണം എന്നിട്ടാണ് അവരെ മേലിൽ വ്യക്തിപരമായി തക്ഫീർ ചെയ്യാൻ പാടുള്ളൂ. വ്യക്തിപരമായി അവരെ തക്ഫീർ ചെയ്യപ്പെട്ടാൽ അവർ വ്യക്തിപരമായി അവരുടെ മേലിൽ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. കാരണം ഇബ്നു തൈമിയ അന്നത്തെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരാളെ തക്ഫീർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നേരെ വധശിക്ഷയിലോട്ട് എത്തപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് അവരെ വ്യക്തിപരമായി തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അറിവ്, ഈ വിഷയത്തെക്കുറിച്ച് അറിവില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഇത് ഷിർക്കിന്റെ കാര്യമല്ല പറയുന്നത്. ഇത് ഷിർക്ക് ചെയ്യുന്ന കുബൂരികളെ, ഖബറിനെ ആരാധിക്കുന്ന, മരിച്ചവരെ ആരാധിക്കുന്ന ആളുകളെ കുറിച്ചല്ല ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ളത്. ഇത് പച്ചക്കള്ളമല്ലേ? ഈ ജഹമിയാക്കളോട്
അള്ളാഹു അർഷിന്റെ മേലെയാണ് എന്ന കാര്യത്തെ അംഗീകരിക്കാതിരുന്ന ജഹ്മിയാക്കൾ അവരുടെ ജഹല് കാരണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേട്ടാ, ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട് വഅൻതും ഇന്ദി ലാ തക്ഫുറൂന ലിഅന്നകും ജുഹാൽ, നിങ്ങൾ ജുഹാലുകളായതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് കുഫറിലായിട്ടില്ല എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. മനസ്സിലായി? ഇത് ഇബ്നു തൈമിയ്യ എഴുതിയാണ് ലിഅന്നകും ജുഹാൽ. അപ്പൊ ഇസ്ലാമിന്റെ അകത്തായി അറിയപ്പെട്ടിരുന്ന മുവഹിദുകളായി അറിയപ്പെട്ടിരുന്ന മുശ്രിക്കുകളായി അറിയപ്പെട്ട ആളുകളല്ല. മുശ്രിക്കുകളായി ഒരാൾ അറിയപ്പെട്ട പിന്നെ അവനെ ഇസ്ലാമിനകത്ത് തന്നെ ഇബ്നു തൈമിയ്യ കൂട്ടിയിട്ടില്ല. ആഷിഖ് കൂട്ടി ഇബ്നു തൈമിയ്യയുടെ പേര് കള്ളം പറഞ്ഞിട്ട്. സഹോദരങ്ങളെ, ഇത് അദ്ദേഹം അള്ളാഹു അർഷിന്റെ മേലാണ് എന്ന വിഷയത്തെ ജാഹിലുകളായതുകൊണ്ട്, ആ കാര്യത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അതിനെ അംഗീകരിക്കാതിരുന്ന ജഹ്മിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവരെ കുറിച്ച് ഇബ്നു തൈമിയ്യ സംസാരിച്ചതാണിത്. ഇത് ഷിർക്കിന്റെ ആളുകളെ കുറിച്ച് സംസാരിച്ചതല്ല. ഇത് രണ്ടും വെവ്വേറെയാണ്, അത് മനസ്സിലാക്കണം. എവിടെങ്കിലും ഏതെങ്കിലും മുസ്ലിമിനെ വ്യക്തിപരമായി തക്ഫീർ ചെയ്യും, മുസ്ലിം എന്ന് പറഞ്ഞാൽ മുവാഹിദ്, അതുപോലും ആശിക്കിന് അറിയില്ല. മുസ്ലിമിനെ വ്യക്തിപരമായി തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് ഹുജ്ജത്തും ന്യായം ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ട് നേരെ മുസ്ലിമാക്കലെ അവരെ പരിപാടി. രണ്ടും രണ്ടാണ് സഹോദരങ്ങളെ, വ്യത്യാസം മനസ്സിലാക്കണം. ഇത് പച്ചയായി ഇബാറത്ത് കോട്ടിമാറ്റി ജഹ്മിയാക്കളെ കുറിച്ച് പറഞ്ഞത് മുശ്രിക്കുകളെ മുസ്ലിമാക്കാൻ വേണ്ടി ആശിഖ് ഉപയോഗിച്ചു. പച്ചക്കള്ളം ഇബ്നു തൈമിയ്യയുടെ പേരിൽ കെട്ടിച്ചമച്ചു. ഇത് ഇബ്നു തൈമിയ്യ ഷിർക്കിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞതല്ല. ഇത് ഇബ്നു തൈമിയ്യ ഷിർക്കിന്റെ ആളുകളെ കുറിച്ചോ ഷിർക്കിന്റെ കാര്യം സംസാരിച്ച ഭാഗത്തോ പറഞ്ഞതല്ല. അദ്ദേഹം തന്നെ തുടക്കത്തിൽ തന്നെ എന്താ പറയുന്നത്? കുന്തു അഖൂലു ലിൽ ജഹ്മിയ്യ അല്ലദീന നഫു അൻ യകൂന അല്ലാഹ തആല ഫൗകൽ അർശ്, അള്ളാഹു അർഷിന്റെ മേലാണ് എന്ന വിഷയം അംഗീകരിക്കാതിരുന്ന ജഹ്മിയാക്കളോട്, ജഹല് കാരണം അംഗീകരിക്കാതിരുന്ന ജഹ്മിയാക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് കാഫിറുകളായിട്ട്, കാരണം നിങ്ങൾ ജുഹാലുകളാണ്. ആ ജുഹാലുകളെന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് അറിവ് കിട്ടില്ല. അറിവെത്തിച്ചു കൊടുത്തിട്ട് അവർ മാറില്ല എന്നുണ്ടെങ്കിൽ അവർ തക്ഫീർ ചെയ്യപ്പെടും. അറിവെത്തിച്ചു കൊടുത്തിട്ടും അവർ മാറില്ല എന്നുണ്ടെങ്കിൽ അവർ തക്ഫീർ ചെയ്യപ്പെടും. ഇത് പറഞ്ഞത് ആരോടായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വക്കാന ഹാസ ഖിതാബൻ ലി ഉലമാഇ വഖുലാത്തി വശുഈ ഉമറാഹിം. ഇത് അന്നുണ്ടായിരുന്ന ഈ ജഹ്മിയാക്കളിൽ പെട്ട ഉലമാക്കളോടും കുലാത്തുകളോടും ശുയൂഖുകളോടൊക്കെ പറഞ്ഞു. എന്നിട്ടും അവർക്ക് ആ വിഷയത്തിൽ ജഹലുണ്ടായിരുന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. ഇത് പറഞ്ഞതാരാ? ഇബ്നു തൈമിയ്യയാണ്. ജഹലുണ്ട് എന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യയാണ്. ഇത് പറഞ്ഞത് അവരിൽപ്പെട്ട പ്രമുഖരോടാണ് എന്ന് പറഞ്ഞത് ഇബ്നു തൈമിയ്യയാണ്. ഇനി ആ ജഹല് എന്താണ് എന്ന് ഇതിന്റെ നേരെ താഴെ ഫൂട്ട് നോട്ടില് അല്ലാമ അബ്ദുല്ലാ ബിൻ അബ്ദുറഹ്മാൻ അബാബുത്തൈൻ റഹിമഹുല്ല, നജ്ദില് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലാബിന് കാലശേഷം ജീവിച്ച വലിയ പേരെടുത്ത പണ്ഡിതനാണ് അബാബുത്തൈൻ റഹിമഹുല്ല. അദ്ദേഹം ഇന്ന് സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയ ഷെയ്ഖ് സോലി ഫൗസാൻ ഹഫീദുള്ളയുടെ പിന്നെ വല്യപ്പായിട്ട് വരും. അതായത് അബാബുത്തൈൻ റഹിമഹുല്ലയുടെ പിന്നെ പരമ്പരയിൽ വരുന്ന ആളാണ് ഷെയ്ഖ് സോലി ഫൗസാൻ ഹഫീദുള്ള, വലിയ പേരേറ്റ പണ്ഡിതനാണ്. അപ്പം അദ്ദേഹം ഈ ഇബ്നു തൈമിയ്യയുടെ വാക്ക് എന്താണ് ആ ജഹലി എന്നുള്ളത് കൊണ്ട് ഇബ്നു തൈമിയ്യ ഉദ്ദേശിച്ചത് എന്ന് ഇതേ കിതാബിന്റെ ഇതേ മക്തബ ഷാമിലെ താഴെ എഴുതിയിട്ടുണ്ട്. ആശിക്ക് പറഞ്ഞ പോലെ ഒന്നും അല്ല. വമസ്അലത്തു സാനി, എന്റെ താഴെ കാണണം, ഇന്ന തക്ഫീർ ശഖ്സിൽ മുഅയ്യൻ വജവാസു ഖത്ലിഹി മൗഖൂഫുൻ അലാ അൻ തബ്ലഗുൽ ഹുജ്ജത നബവിയ്യ അല്ലതി യക്ഫുറു മൻ ഖാലഫഹ. അപ്പോൾ അദ്ദേഹം പറയണം, ഒരു വ്യക്തിയെ പ്രത്യേകമായി പേരെടുത്ത് തക്ഫീർ ചെയ്തുകൊണ്ട് അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുക എന്നത് മൗഖൂഫുൻ അലാ അൻ തബ്ലഗുൽ ഹുജ്ജത നബവിയ്യ, നുബൂവത്തിന്റെ ന്യായം അയാൾക്ക് എത്തിപ്പെട്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇതിലുള്ള തെളിവ് അയാൾക്ക് കൊടുത്തിട്ടും മാറില്ല എന്നുണ്ടെങ്കിൽ അയാൾ വ്യക്തിപരമായി തക്ഫീർ ചെയ്യപ്പെടുകയും ചെയ്യും, അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുകയും ചെയ്യും. ഇവിടെ പറഞ്ഞ ഈ ജഹ്ലി എന്ന് പറഞ്ഞ എന്താണ്? അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. എന്താണ് താഴെ അബൂബക്കർ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള എന്താണ്? മല്ലം തബ്ലുഗു ദഅവ, ആർക്കാണോ ഈ ദഅവത്ത് എത്തപ്പെടാത്തത്. അപ്പോൾ ഈ ഷെയ്ഖന്മാരാണെങ്കിലും വലിയ അറിയപ്പെട്ട ആളുകളാണെങ്കിലും എല്ലാവർക്കും എല്ലാ വിഷയം അറിഞ്ഞോളണമെന്നില്ല. ദീനുൽ ഇസ്ലാമിൽ പല വിഷയങ്ങളുണ്ട്. ശിർക്ക് അത് ഏറ്റവും വലിയ കാര്യം. അതല്ലാത്ത ഒരു മുസ്ലിമായ ഒരാള്, മുവഹിദുകളായ ആളുകള്, ധാരാളം സാധാരണക്കാരായ ആളുകളുടെ അവർക്ക് എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും അറിഞ്ഞോളണമെന്നില്ല. അപ്പം അള്ളാഹു ഫൗക്കൽ അർഷിന്റെ വിഷയത്തില്, അതുപോലെ പിന്നെ ചിലപ്പോൾ സിഹറിന്റെ വിഷയത്തിൽ, ചിലപ്പോൾ വേറെ എന്തെങ്കിലും വിഷയത്തിൽ, ചിലപ്പോൾ ജനാധിപത്യത്തിന്റെ വിഷയത്തിൽ, അങ്ങനെ പല വിഷയങ്ങളുണ്ടാവും. എല്ലാവർക്കും അതിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞോളന്നില്ല. മുവഹിദുകളുടെ കാര്യം ഞാൻ പറയേണ്ടത്. അപ്പൊ ആ വിഷയങ്ങളിലെല്ലാം പൊതുവെ ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മടവൂരികളുണ്ട്, ജമാഅത്തുകാരുണ്ട്, KNM-മാരുണ്ട്. ഇവരെല്ലാവരും ഇതിന്റെ ഒന്നും സലഫിയത്തിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളുകളൊന്നുമല്ല. അപ്പൊ അത്തരം ആളുകളിലെല്ലാം ധാരാളം ബിദഅത്ത് വാദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു ബിദഅത്ത് വാദവുമായി വരുന്ന ആളുകളെ ഉടനടി ചാടിക്കേറി
പേരിൽ പേരെടുത്ത് നമ്മൾ ആരെങ്കിലും തക്ഫീർ ചെയ്യാറുണ്ടോ? അവർക്കത് പറഞ്ഞു കൊടുക്കില്ലേ? അപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചാടിക്കേറി തക്ഫീർ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയരാക്കൂല. അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ മേലിൽ ന്യായം ഉറപ്പിച്ചിട്ട് അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കൂ എന്നുള്ളതാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കൂട്ടർ, ഈ ജഹമിയാക്കൾ, ഈ അള്ളാഹു അർശിന്റെ മേലിലാണ് എന്നുള്ള വിഷയത്തെ അംഗീകരിക്കാതിരുന്ന ജഹമിയാക്കൾ, അവരോട് ഇബ്നു തൈമിയ്യ എന്ത് പറഞ്ഞു? നിങ്ങൾ ഈ പറയുന്ന വാദം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കാഫിറാകും, എന്നാൽ നിങ്ങൾ എൻ്റെ അടുത്ത് കുഫറിലായിട്ടില്ല. കാരണം എന്താ? നിങ്ങൾ ഈ വിഷയത്തിൽ ജുഹാലുകളാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. അതെടുത്തിട്ടാണ് നമ്മുടെ ആഷിഖ് ബിൻ അബ്ദുൽ അസീസ് കാന്തപുരത്തിനെയും കൂട്ടരെയും ഇവിടെ മുസ്ലിമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് പച്ചക്കള്ളം ഇബ്നു തൈമിയ്യയുടെ പേരിൽ കെട്ടിച്ചമച്ചതല്ലേ? ഇത് ഷിർക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണോ? ഷിർക്കിന്റെ ആളുകളോട് കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണോ? അല്ല. അഖൂലുലിൽ ജഹമിയ, ഞാൻ ജഹമിയാക്കളോട് പറഞ്ഞു എന്നാണ്. ജഹമിയാക്കളെ എല്ലാവരും നേരെ എടുത്തിട്ട് മുശ്രിക്കുകളെ പോലാണ് കൂട്ടൂല, അത് മനസ്സിലാക്കണം. ജഹമിയാക്കളുടെ വാദത്തിൽ കുഫറുണ്ട്. ആ കുഫറിനെ കുഫറായി, ആ കുഫർ കാരണം അവരെ തക്ഫീർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചാടിക്കേറി തക്ഫീർ ചെയ്യൂല. കാരണം ജഹമിയാക്കൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളിൽ പെട്ട ഒരു വിഭാഗത്തിൽ വന്ന, മുസ്ലിമീങ്ങളിൽ മുവാഹിദുകളിൽ വന്ന പുതിയ ബിദ്അത്താണ്. അപ്പൊ അവരോട് ചെയ്യുന്ന ഡീലിങ്സും അവരോടുള്ള മുആമലാത്തും അവരോടുള്ള ഡീലിങ്സും മറ്റ് ഏത് നേരം ഷിർക്കില് അബൂജഹലിനേക്കാളും വലിയ ഷിർക്കിൽ കിടക്കുന്ന ആളുകളുടെ ഡീലിങ്സും രണ്ടാണ്. അപ്പൊ ജഹമിയാക്കൾ ഇത്തരം ആളുകളോട് പറഞ്ഞത് എടുത്തിട്ട് ഖിയാസ് ആക്കിയിട്ട് മുശ്രിക്കിനെ മുസ്ലിമാക്കാൻ പറ്റൂല. ഇത് ഇബ്നു തൈമിയ്യയുടെ പേരില് പച്ച കള്ളം ആഷിഖ് കെട്ടിച്ചമച്ചാണ്. ഒന്നങ്ങ ആഷിഖ് ഈ കിതാബ് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പച്ചക്കള്ളം ഇബ്നു തൈമിയ്യയുടെ പേരിൽ കെട്ടിച്ചമച്ചു. ആഷിഖിനെ അറിയുന്ന ആളുകൾ ഒന്ന് ചോദിക്കണം, എന്തിന് ഇങ്ങനെ ഇല്ലാത്ത ഇബ്നു തൈമിയ്യ പറയാത്ത കാര്യം ഇബാറത്ത് പോലും വായിക്കാതെ ഈ ആളുകളെ ഇങ്ങനെ ക്ലാസ് എടുത്ത് വെറുതെ വൈകേടിലാക്കേണ്ട എന്താവശ്യമുള്ളത്? എന്തിനാണ് ഈ പണ്ഡിതൻ ചമഞ്ഞുകൊണ്ട് ഇമാമുകളുടെ പേരിൽ കുബൂരി മൗലിയന്മാർ ചെയ്യുന്ന പോലെ ഇല്ലാത്ത കാര്യം സംസാരിക്കുന്നത്? ഹക്കും ബാത്തിനും കൂട്ടിക്കൊച്ച് കുബൂരിയെ മുസ്ലിമാക്കാനോ? എന്താണ് അതുകൊണ്ട് ഗുണം? ഇനി സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വിഷയം ഇബ്നു തൈമിയ്യ ഷിർക്കിന്റെയോ മുശ്രിക്കുകളുടെ കാര്യത്തിൽ കുബൂരികളെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതല്ല, അത്ര സ്ഥലത്ത് പറഞ്ഞതല്ല. ഇത് അദ്ദേഹം ദീനുൽ ഇസ്ലാമിന്റെ അകത്ത് പിന്നെ വരുന്ന ബിദഅത്തിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞിടത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അതൊന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശദീകരിച്ച് തരാം. കാരണം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. ഇത് 253 പേജിലാണ് നമ്മൾ ഈ വായിച്ചത്. ഇത് ഏകദേശം ഒരു 250 പേജ് മുതൽ ഈ ബിദഅത്ത്വാദികളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇപ്പം 250 പേജിൽ നിങ്ങൾ കണ്ടാൽ അവിടെ അറിയാം. പിന്നെ അതിൻ്റെ ആ ബാബ് തന്നെ അംസുലത്ത് തക്ഫീർ അഹ്ലുൽ ബിദ്അ ലി മുഖാലിഫീൻ, പല ടൈപ്പ് ബിദ്അത്ത്വാദികൾ ഇസ്ലാമിൻ്റെ അകത്ത് മുവഹിദുകളായി അറിയപ്പെട്ടിരുന്ന ആളുകളിൽ പിന്നെ പല ബിദ്അത്ത്വാദികളുണ്ടായിരുന്നു. അപ്പോൾ അവർ പലരും ഈ അവരുടെ ബിദ്അത്തിന് അംഗീകരിക്കാത്ത ആളുകളെ ഉപദ്രവിക്കുകയും അതുപോലെ ഇങ്ങോട്ട് തക്ഫീർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ സംസാരിച്ച് ഇത്തരം ബിദ്അത്ത്വാദികളെ കുറിച്ച് സംസാരിച്ചു, അവരുടെ നിലപാട്. പിന്നെ അത്തരം ആളുകളോട് അവരിൽ പലരും അഹ്ലുസുന്നയെ ഇങ്ങോട്ട് തക്ഫീർ ചെയ്തു. അപ്പോൾ അഹ്ലുസുന്ന അവരോട് എന്ത് നിലപാടെടുക്കണം എന്ന്, പിന്നെ അതുപോലെ തന്നെ അത് പറഞ്ഞിട്ട് സ്വഹാബികളിൽപ്പെട്ട കുറച്ച് ആളുകളെ ശുബ്ഹത്ത് വന്ന് കള്ള് അനുവദനീയമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് പറഞ്ഞു. അതൊക്കെ വിശദീകരിക്കുന്നത്, അത് വിശദീകരിച്ചിട്ടാണ് നേരത്തെ ആഷിഖ് കോട്ടിമാറ്റിയ ഇബാറത്ത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം മുസ്ലിമീങ്ങളായ ആളുകളിന്റെ അകത്ത് പിന്നെ വരുന്ന ബിദഅത്ത്വാദികളോട് എടുക്കേണ്ട നിലപാട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് സ്വഹാബികളുടെ കഥ വരെ അവിടെ വിവരിച്ചിട്ടുള്ളത്. സ്വഹാബികൾ ശിർക്ക് ചെയ്യുന്ന ആളുകളാണോ? സ്വഹാബികൾ ശിർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ. ഖുദാമ റളിയല്ലാഹു അൻഹും കൂട്ടരും അവർക്ക് സൂറത്ത് മായിദയിലെ ആയത്തിനെ അവർ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് ചില സന്ദർഭങ്ങളിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു കള്ള് അനുവദനീയമാക്കിയിട്ടുണ്ട് എന്ന ഒരു ശുബ്ഹത്തിൽ, ഒരു ജഹലും ശുബ്ഹത്തും കാരണം ഒരു വാദം അവർ പറഞ്ഞു. അപ്പോൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും അവരോട് തൗബ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് തെളിവ് കൊടുത്തു, അവർ മാറി. അത് പറഞ്ഞിട്ടാണ് നേരത്തെ ആഷിഖ് പറഞ്ഞ ആ ജഹമിയാക്കളുടെ കാര്യം ഇബ്നു തൈമിയ്യ പറയുന്നത്. അപ്പോൾ ആ ജഹമിയാക്കളെ അദ്ദേഹം നേരത്തെ പറഞ്ഞ സ്വഹാബികളുടെ വാദത്തോട് കൂടിയാണ് കൂട്ടിയിട്ടുള്ളത്. കാരണം അത് മുഅ്മിനീങ്ങളായ ആളുകളിൽ പിന്നെ ഇത്തരം ഈ അർശിന്റെ വിഷയത്തിലൊക്കെ വന്ന ഒരു വാദമാണ്. ഇത് ജഹല് കൊണ്ടും തൗവീല് കൊണ്ടും ശുബ്ഹത്ത് കൊണ്ടും ഒക്കെ വരാം. അപ്പോൾ ഇതിന് ആ മുസ്ലിമീങ്ങളുടെ ഇടയിൽ വരുന്ന ഒരു ബിദഅത്ത്വാദം, അത്തരം ബിദഅത്ത്വാദികളോടുള്ള നിലപാട് എന്തായിരിക്കണം എന്ന സ്ഥലത്ത് ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ്. ശിർക്കിന്റെ ആളുകളെ കുറിച്ചോ സൃഷ്ടികൾ ആരാധിക്കുന്നവരെ കുറിച്ചോ പറഞ്ഞതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതിനുള്ള തെളിവുകളാണ് ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ 250 പേജിൽ വരിക, അവിടെ നിങ്ങൾ കാണാം വകസാലിക്കൽ ജഹമിയ, അതുപോലെ തന്നെ ജഹമിയാക്കൾ എന്ന് പറഞ്ഞ ജഹമിയാക്കളെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. വകസാലിക്കൽ ഖദരിയ, അതിൻ്റെ അടിയത്തെ പാരഗ്രാഫ്. അതുപോലെ തന്നെ ഖദരിയാക്കൾ, വകസാലിക്കൽ ഹുലൂലിയ,
പിന്നെ അതുപോലെ തന്നെ ഹുലൂലിയാക്കൾ എന്ന് പറഞ്ഞ അങ്ങനെ ഇതൊക്കെ ഇസ്ലാമിൻ്റെ അകത്ത് പിന്നെ വന്ന ബിദഅത്ത്വാദികളാണ്. അതിൽ കുഫറുണ്ട്, ഇല്ലാന്നല്ല, പലതിലും കുഫറുണ്ട്. അപ്പം അത്തരം കുഫറിനും തക്ഫീറിനൊക്കെ പിന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഈ പറയുന്നത്. അതുപോലെ അങ്ങനെ 251 പേജിൽ പേരാണ്. പിന്നെ അപ്പം ഈ ബിദഅത്ത്വാദികളെല്ലാം വല്ലദീന യഖൂലൂന ഇന്നല്ലാഹ യുറാ ബിൽ അയ്നി ഫിദ്ദുനിയ മിൻഹും മൻ യുകഫിറു മൻ ഖാലഫ. അതുപോലെ വേറെ ബിദഅത്ത്വാദികളുടെ എന്ത് ഇന്നല്ലാഹ യുറാ ബിൽ അയ്നി ഫിദ്ദുനിയ, അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ കണ്ടുകൊണ്ട് കാണാൻ പറ്റും എന്നൊരു ബിദഅത്ത്വാദം ചില ആളുകൾ കൊടുന്നു. മിൻഹും മൻ യുകഫിറു മൻ ഖാലഫ, അവർക്കെതിരെ നിന്ന ആളുകളെ, അതായത് അഹ്ലുസ് സുന്നയെ അവർ തക്ഫീർ ചെയ്തു. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ അതിന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അഹ്ലുസ് സുന്നയുടെ നിലപാട് അദ്ദേഹം പറയുകയാണ്. അഹ്ലുസ് സുന്നയുടെ ഇത്തരം ആളുകളോടുള്ള നിലപാട് എന്ത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്. വഅഇമ്മത്തു സുന്ന വൽ ജമാഅത്ത് വഅഹ്ലുൽ ഇൽമി വൽ ഈമാൻ, ഈമാന്റെയും ഇൽമിന്റെയും ആളുകളായ അഹ്ലുസ് സുന്ന വൽ ജമാഅ ഫീഹിമിൽ ഇൽമു വൽ അദ്ലു വർ റഹ്മ, അവരിൽ ഇൽമുണ്ട്, നീതിയുണ്ട്, റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്. ഫയുഅല്ലിമൂനൽ ഹഖ്ക അല്ലദീ യകൂനൂന ബിഹി മുവാഫിഖീന ലിസുന്നത്തി സാലിമീന മിനൽ ബിദ്അ. അപ്പം അഹ്ലുസ് സുന്ന എന്ത് ചെയ്യുന്നു? അവരിൽ ഇൽമുണ്ട്, നീതിയുണ്ട്, റഹ്മുണ്ട്, അവരെ ഹക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ വിധത്തിൽ നിന്നും മുക്തമായിട്ടുള്ള യഥാർത്ഥ ഹക്ക് എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വയുഅദ്ദിലുന അലാ മൻ ഖറജ മിൻഹാ വലൗ ളലമുഹും. എന്നിട്ട് അദ്ദേഹം എന്നിട്ട് പറയണം, അഹ്ലുസ് സുന്ന ഈ ബിദഅത്ത്വാദികളോട് നീതിപൂർവമായി ഇടപെടുന്നു. വലൗ ളലമഹും, അവർ അഹ്ലുസ് സുന്നയോട് ഇങ്ങോട്ട് അതിക്രമം കാണിച്ചാലും. കമാ ഖാല തആല, എങ്ങനെ അള്ളാഹു പറഞ്ഞ പോലെ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, അള്ളാഹു പറഞ്ഞ പോലെ ആയത്ത് ഓതുന്നുണ്ട്, ജനങ്ങളോട് നിങ്ങൾ നല്ല രീതിയിൽ നീതിപൂർവമായി ഇടപെടണം, നിൽക്കണം. വലാ യജ്രിമന്നകും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു ജനതയോട് നിങ്ങൾക്കുള്ള എതിർപ്പ് അവരോട് അനീതി കാണിക്കാൻ പ്രേരകമാകരുത് എന്ന് അള്ളാഹ് പറയുന്ന ആയത്തൊക്കെ ഓതുന്നുണ്ട്. അഹ്ലുസ് സുന്നയുടെ നിലപാട് അതാണെന്ന് പറയുന്നുണ്ട്. വയർഹമൂനൽ ഖൽഖ ഫയുരീദൂന ലഹുമുൽ ഖൈർ വൽ ഹുദാ വൽ ഹിൽം, അവർ സൃഷ്ടികളോട്, അഹ്ലുസ് സുന്ന അവർ സൃഷ്ടികളോട് കാരുണ്യമുള്ളവരാണ്. അവർ സൃഷ്ടികൾക്ക് ഖൈറും ഹുദയും ഹിൽമും ആഗ്രഹിക്കുന്നു. അതായത് ജനങ്ങൾക്ക് ഖൈർ എന്താണോ അതാണ് അവർ ആഗ്രഹിക്കാറ്, ഹിദായത്താണ് ആഗ്രഹിക്കാറ്, ഇൽമാണ് ആഗ്രഹിക്കാറ്. ലാ യഖ്സുദൂന ശർറ ലഹും ബിത്ദാൻ, അവർക്ക് ഒരു തിന്മ ജനങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി ഒരിക്കലും അഹ്ലുസ് സുന്ന ആഗ്രഹിക്കാറില്ല. അപ്പോൾ അഹ്ലുൽ ബിദ്അയെ കുറിച്ച് പറഞ്ഞു, അവരുടെ ബിദഅത്തിന് എതിരെ നിന്ന് അഹ്ലുസ് സുന്നയോട് അവർ കാണിച്ച തെമ്മാടിത്തരം പറഞ്ഞു. എന്നിട്ട് അഹ്ലുസ് സുന്ന അത്തരം അഹ്ലുൽ ബിദഅയോട് എന്ത് നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വീണ്ടും, ഇതൊക്കെ ഞാൻ എന്തിനാ വായിക്കുന്ന സഹോദരങ്ങളെ, ഇത് ഷിർക്കിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞതല്ല, ബദരീങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ചോ അബൂജഹലിന്റെ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചോ അദ്ദേഹം പറഞ്ഞതല്ല എന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാണ്. എന്നിട്ട് അടുത്ത പേജിൽ കാണാം, 252 പേജിൽ കാണാം, വലിഹാസ ഖാൻ അഹ്ലുൽ ഇൽമി വസുന്ന ലാ യുകഫിറൂന മൻ ഖാലഫഹും, അതുകൊണ്ടാണ് എന്ത് അഹ്ലുൽ ഇൽമി വസുന്ന അഹ്ലുസ് സുന്ന അവരൊരിക്കലും ലാ യുകഫിറൂന മൻ ഖാലഫഹും, അവർക്ക് എതിരെ നിന്ന ആളുകളെ അഹ്ലുസ് സുന്ന തക്ഫീർ ചെയ്യില്ല. അഹ്ലുസ് സുന്ന നമ്മുടെ നിലപാടെന്താ? ഇബ്നു തൈമിയ്യ പറയണേ, അഹ്ലുസ് സുന്നക്ക് ഒരാൾ എതിര് നിന്നു എന്നുള്ളതുകൊണ്ട് അഹ്ലുസ് സുന്ന അവരെ തക്ഫീർ ചെയ്യൂല. വഇൻ കാന സാലികൽ മുഖാലിഫു യുകഫിറുഹും, ഇനി അവർക്ക് എതിര് നിൽക്കുന്ന ആൾ തന്നെ അവരെ തക്ഫീർ ചെയ്താൽ പോലും. അപ്പോൾ അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ ഇങ്ങോട്ട് തക്ഫീർ ചെയ്തു വെച്ചിട്ട് നമ്മളൊരാളെ അങ്ങോട്ട് തക്ഫീർ ചെയ്യില്ല. അവർ എതിർക്കുന്ന ആൾ ഇങ്ങോട്ട് തക്ഫീർ ചെയ്തു എന്നുള്ളതുകൊണ്ട് നമ്മൾ തക്ഫീർ ചെയ്യില്ല. കാരണം എന്താ? ലിഅന്നൽ കുഫ്റ ഹുക്മുൻ ശർഈൻ ഫലൈസ ലിൽ ഇൻസാനി അൻ യുആഖിബ ബിമിസ്ലിഹി. കാരണം കുഫ്ർ എന്ന് പറഞ്ഞാൽ അത് ശർഈയായ ഹുക്മാണ്. ഒരാൾക്ക് വേറൊരാളെ ഇങ്ങോട്ട് തക്ഫീർ ചെയ്തു വെച്ചിട്ട് അങ്ങോട്ട് തക്ഫീർ ചെയ്യാൻ പാടില്ല. കമൻ കദബ അലൈക വസന ബിഹലിക ലൈസ ലക അൻ തുകസിബ അലൈഹി വതസ്നി ബിഹലിഹി. ഏതുപോലെ ഒരാൾ നിന്നെക്കുറിച്ച് കള്ളം പറഞ്ഞു, നിന്റെ വീട്ടുകാരോട് സിന കാണിച്ചു എങ്കിൽ അയാളെ മേൽ കള്ളം പറയാ, അയാളെ വീട്ടുകാരോട് സിന കാണിക്കുക എന്നുള്ളത് നിനക്ക് അനുവദനീയമല്ല എന്നുള്ളതുപോലെ തന്നെ ഒരാൾ ഇങ്ങോട്ട് തക്ഫീർ ചെയ്തു, ഒരു എതിരാളി ഇങ്ങോട്ട് തക്ഫീർ ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് തക്ഫീർ ചെയ്യാൻ പാടില്ല. സിനയും ലിഅന്നൽ കസിബ വസിന ഹറാമുൻ ലിഹക്കില്ല, കള്ളം പറയലും സിനയും അള്ളാഹു ഹറാമാക്കിയതാണ് എന്നപോലെ തന്നെ ഒരാൾ ഇങ്ങോട്ട് തക്ഫീർ ചെയ്തു എന്നുള്ളത് കൊണ്ട് അതേപോലെ അങ്ങോട്ട് തിരിച്ച് തക്ഫീർ ചെയ്യാൻ പാടില്ല. കാരണം തക്ഫീർ അള്ളാഹു ഹുക്കുമുൻ ശറഈയായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും അതിന് തെളിവാണ്. ഇനി അടുത്ത പാരഗ്രാഫ് പറയുന്നുണ്ട്, വകദാലിക തക്ഫീർ ഹഖ്ഖുലില്ല ഫലാ യുകഫിറു ഇല്ലാ മൻ കഫറഹു അല്ലാഹു വറസൂലു. അതുപോലെ തന്നെ തക്ഫീർ അത് അള്ളാഹുവിൻ്റെ അവകാശമാണ്. അള്ളാഹു റസൂലോ തക്ഫീർ ചെയ്തവരല്ലാതെ നമ്മൾ തക്ഫീർ ചെയ്യാനും പാടില്ല. വൈലൻ ഫൈൻ കാന തക്ഫീർ ഷഖ്സുൽ മുഅയ്യൻ, ഒരു പ്രത്യേക വ്യക്തിയെ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകളെ തക്ഫീർ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഫൈന തക്ഫീർ ഷഖ്സുൽ മുഅയ്യൻ, ഒരു പ്രത്യേക വ്യക്തിയെ
പേരെടുത്ത് തക്ഫീർ ചെയ്യലും വജവാസു ഖത്ലിഹി അയാളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നതിന് അനുമതി കൊടുക്കലും മൗഖൂഫുൻ അലാ അൻ തബ്ലുഗുൽ ഹുജ്ജത്തുൻ നബവിയ്യ അത് നുബൂവത്തിന്റെ ന്യായം ഹുജ്ജത്ത് എത്തപ്പെട്ടതിനെ അയാൾക്ക് കിട്ടിയതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതാണ്. വക്സാലിക തക്ഫീർ ഹഖ്ഖുൻ ലില്ലാ ഫലാ യുകഫിറു ഇല്ലാ മൻ കഫറല്ലാഹു റസൂലുഹു. അത് പറയുന്നത് അദ്ദേഹം പറയാണ്, ഒരു പ്രത്യേക വ്യക്തിയെ പേരെടുത്ത് തക്ഫീർ ചെയ്ത് അയാളെ വധശിക്ഷയ്ക്ക് വിധേയയാക്കുക എന്നതിനുള്ള പെർമിഷനും അത് അയാൾക്ക് ഹുജ്ജത്തുൻ നബി എന്ന് പറഞ്ഞത് ഖുർആനും സുന്നത്തും ഇയാൾ ഏത് വിഷയത്തിനാണോ എതിര് നിന്ന് അതിന്റെ തെളിവ് അയാൾക്ക് കിട്ടിയിരിക്കണം, എത്തപ്പെട്ടിരിക്കണം. അത് ഖുർആനാണ് അയാൾക്ക് ഓതി കൊടുക്കണം, സുന്നത്തിലാണ് അയാൾക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കണം. അതിനെ മേൽ ആശ്രയിച്ചിരിക്കും. അല്ലത്തി യക്ഫുറു മൻ ഖാലഫ, ഏത് വിഷയത്തിലാണോ അയാൾ എതിർ നിന്നത് കുഫ്ർ പറഞ്ഞത്. ഇല്ല ഫലൈസ കുല്ലു മൻ ജഹല ഷൈഅൻ മിനദ്ദീൻ യുക്ഫർ. അതല്ല എന്നുണ്ടെങ്കിൽ ദീനിൽ എന്ത് കാര്യം അറിയാത്ത ആളെ തക്ഫീർ ചെയ്യപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ കുഫ്റിലാണെന്ന് പറയേണ്ടി വരും. വലിഹാദ മസ്തഹല്ല ത്വായിഫത്തും മിനസ് സ്വഹാബ. അത് പറഞ്ഞിട്ട് അദ്ദേഹം സ്വഹാബികളുടെ വിഷയം പറയുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ സ്വഹാബികളിൽപ്പെട്ട അതുപോലെ താബികളിൽപ്പെട്ട ചില ആളുകൾ ഖുദാമ റളിയല്ലാഹുവിനെ പോലെ അവര് ചില സന്ദർഭങ്ങളിൽ സൂറത്തുൽ മാഇദയിലെ ആയത്തിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് ചില സന്ദർഭങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു കള്ള് കുടിക്കുന്നത് അനുവദനീയമാക്കിയിട്ടുണ്ട് എന്ന ഒരു വാദം അവർ ശുബ്ഹത്തും ജഹലും നിറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. ശുബ്ഹത്തും തൗവീലും തെറ്റായി വ്യാഖ്യാനിച്ച് അത് സംശയം കുടുങ്ങി ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അതിനെതിരെ ഉമർ റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനൊക്കെ വന്നു, അവർ തെളിവ് കൊടുത്ത് അവരോട് മാറാൻ പറഞ്ഞു, തൗബ ചെയ്യാൻ പറഞ്ഞു. അവർ തൗബ ചെയ്ത് പ്രശ്നം തീർന്നു. അപ്പോൾ ഇബ്നു തൈമിയ റഹിമഹുല്ല ഈ വിഷയമൊക്കെ പറഞ്ഞിട്ടാണ് നേരത്തെ ആഷിക്ക് വായിച്ച ഇബാറത്ത് പറയുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കാം സ്വഹാബികൾ ശിർക്ക് ചെയ്യുന്നവരല്ലല്ലോ. സ്വഹാബികളുടെ കഥ പറഞ്ഞിട്ട് അതിനോട് കൂടെ പറഞ്ഞതാണ് നേരത്തെ ഈ ജമിയാക്കളുടെ കാര്യം പറഞ്ഞതും ഇബ്നു തൈമിയ പറഞ്ഞ ഇബാറത്ത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് എന്താ, സ്വഹാബികളെപ്പോലെ അതായത് മുസ്ലിമീങ്ങളായി അറിയപ്പെട്ട മുവഹിദുകളായി അറിയപ്പെട്ട ആളുകളിൽ പിന്നെ പല കാരണങ്ങൾ കൊണ്ടും അത് എല്ലാ വിഷയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിവില്ലാത്തത് കൊണ്ട് ചില ആളുകൾ പറയാം, ശുഭത്വ കൊണ്ട് പറയാം, തെറ്റായി മനസ്സിലാക്കിയതുകൊണ്ട് പറയാം. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവരോട് തൗബ ചെയ്യാൻ പറയണം, അവർക്ക് തെളിവ് കൊടുക്കണം. അതാണ് ഇബ്നു തൈമിയ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ജഹ്മിയാക്കളോട് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ വിഷയത്തിൽ അള്ളാഹു അർഷിൻ്റെ മേലാണ് എന്ന വിഷയത്തിൽ അത് അംഗീകരിക്കാതെ സംസാരിച്ച് ജഹ്മിയാക്കളോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളിത് അറിവ് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് കാഫിറുകളായിട്ടില്ല. ഞാനിത് പറഞ്ഞാൽ ഞാൻ കാഫിറും. കാരണം ഇബ്നു തൈമിയക്ക് അറിയാം, ഇപ്പം അദ്ദേഹത്തിന് അറിയാലോ, അതൊരു ആലിമാണ്, അദ്ദേഹത്തിന് ഈ വിഷയങ്ങളെല്ലാം അറിയുന്ന ആളാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഇത് ഷിർക്കിൻ്റെ ആളുകളെ കുറിച്ച് പറഞ്ഞതല്ല, സ്വഹാബികളുടെ വിഷയമൊക്കെ പറഞ്ഞതാണ്. സ്വഹാബികൾ ശിർക്ക് ചെയ്യുന്നവരല്ല എന്ന് മനസ്സിലാക്കുക. ഇത് ആഷിഖിൻ്റെ കൂട്ടരും അനാവശ്യമായി കേരളത്തിലെ കുബൂരികളെ മുസ്ലിമാക്കി അംഗീകരിപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പച്ചക്കള്ളങ്ങൾ ഇബ്നു തൈമിയയുടെ പേരിലൊക്കെ കെട്ടിച്ചമക്കുകയാണ്. ഇങ്ങനെ ഇനിയും എനിക്ക് വായിക്കാനുണ്ട്. ദയവ് ചെയ്ത് ഈ പരിപാടി നിർത്തുക, ഹക്കിൽ നിലനിൽക്കുക. കുബൂരിയെ ഒരിക്കലും ഇബ്നു തൈമിയ മുസ്ലിമായി അംഗീകരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ഇബ്നു അബ്ദുൽ വഹാബ് പഠിപ്പിച്ചിട്ടില്ല. കുബൂരികളെക്കുറിച്ച് എവിടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം മുശ്രിക്കീൻ കുഫാർ, മുശ്രിക്കുകളാണ്, കുഫാറുകളാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും വ്യക്തിപരമായി തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് ഹുജ്ജത്ത് ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്നല്ല. അവരെ മേലെ ശിക്ഷാ നടപടി കൈക്കൊള്ളുന്നതിന് മുമ്പ് ദീനീപരമായ ആ ന്യായം ഉറപ്പിക്കണം എന്നേ അതിനർത്ഥമുള്ളൂ. ആഷിക്കിനെ കേട്ട് തെറ്റിദ്ധരിച്ച ആളുകൾ തിരുത്തുക, മനസ്സിലാക്കുക, ഇതാണ് സത്യം. അതല്ല എന്നുണ്ടെങ്കിൽ ആഷിക്ക് ഇതിന് റദ്ദ് തരട്ടെ. കിതാബിൽ നിന്നും വളരെ വ്യക്തമായി ഞാൻ വായിച്ചിട്ടുണ്ട്. വലിഹാദ മസ്തഹല ത്വായിഫത്തും മിന സ്വഹാബ താബീനക ഖുദാമ ബിൻ മഗ്ഊൻ. അത് ഈ ഇബാറത്ത് വീണ്ടും വായിക്കണം. വസ്ഹാബി ഷർമുൽ ഖംർ വളന്നു അന്നഹ തുബാഹു ലിമൻ അമില സ്വാലിഹൻ അലാ മാ ഫഹിമു മിൻ ആയാത്തിൽ മായിദ. സൂറത്തുൽ മായിദ ആയത്തിനെ അവർ മനസ്സിലാക്കിയത് എങ്ങനെ, ഇത് ചില സന്ദർഭങ്ങളിൽ മുഅ്മിനീങ്ങൾക്ക് ഇത് അനുവദനീയമാകുന്നുണ്ട് എന്നവർ തെറ്റായി മനസ്സിലാക്കി. അപ്പോൾ ഇത്തഫഖൽ ഉലമാ സ്വഹാബാക്കളിൽപ്പെട്ട ഉലമാക്കൾ അവർ യോജിച്ചു. ഉമർ വഅലി വഗൈരിഹിമ അല അന്നഹു ഇസ്തതാബൂൻ. ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അതുപോലെ മറ്റ് ആലിമീങ്ങളെ ആളുകളും അവർ യോജിച്ചു എന്ത് വിഷയത്തിൽ, അല അന്നഹു ഇസ്തതാബൂൻ, ഇവര് തൗബ ചെയ്യണം. ഫൈൻ അസറു, ഇനി അങ്ങാനും അവർ അതിൽ ഉറച്ചു നിന്നാൽ, ഈ തെറ്റായ വാദം പറഞ്ഞവർ അതിൽ ഉറച്ചു നിന്നാൽ, അല ഇസ്തിഹ്ലാൽ, ഇത് അനുവദനീയമാക്കുന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിന്നാൽ, കഫറു, അവർ കുഫുറിലാവും. വൈൻ അഖറു ബിഹി എന്നിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ വലിയ ഉറച്ചിരുന്നില്ല. ഖുദാമ റളിയല്ലാഹു അൻഹു മറ്റ് സ്വഹാബികളും ആരാണോ അതിൽ കൂടെ ഉണ്ടായിരുന്നത്, താബീങ്ങളിൽപ്പെട്ട കുറച്ച് ആളുകളൊക്കെ ഇബ്നു തൈമിയ എഴുതിയിട്ടുണ്ട്. ആരാണോ അതിലുണ്ടായിരുന്നത് അവർ മാറി. ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു മാറാൻ പറഞ്ഞു, മാറി, തൗബ ചെയ്തു, അൽഹംദുലില്ലാ. അപ്പോൾ അതേപോലെയാണ് അതിനെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം
അതിൻ്റെ താഴെ പാരഗ്രാഫിൽ കാണാം, അവിടെ ജഹമിയാക്കളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നേരത്തെ പറഞ്ഞ വലിഹാദ, അതുകൊണ്ട് തന്നെ കുന്തു അക്കൂലിൽ ജഹമിയ മിനൽ ഹുലൂലിയത്ത് വന്നഫാത്ത്, ഈ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ കാര്യത്തിൽ നിഷേധാത്മക നിലപാടെടുത്ത ആളുകൾ, അർഷിൻ്റെ മേലെയാണ് അള്ളാഹു എന്ന വിഷയത്തിൽ നിഷേധാത്മക നിലപാടെടുത്ത ആളുകളായ ആ ജഹമിയാക്കളോട് ഞാൻ പറഞ്ഞു. ഏതുപോലെ ഈ ജഹമിയാക്കൾ അദ്ദേഹം ആ സ്വഹാബികളെപ്പോലെ സ്വഹാബികൾക്ക് വന്ന ആ ശുഭത്തിൽ വന്ന വാദം പോലെയാണ് ഈ ജഹമിയാക്കളുടെ വാദത്തെയും അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഷിർക്കിനെ കുറിച്ചോ ഷിർക്കിൻ്റെ ആളുകളെ കുറിച്ചോ പറഞ്ഞതല്ല. ഇതെടുത്തിട്ട് കാന്തപുരത്തിനെയും കൂട്ടരെയും മുസ്ലിമാക്കാൻ ശ്രമിക്കുകയും വേണ്ട. അൽഹംദുലില്ലാ ഇതിനിവിടെ ആളുണ്ട്. അൽഹംദുലില്ലാ ഇതിനൊക്കെ റദ്ദ് കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. ഇൻഷാ അള്ളാ ഇത്തരം പരിപാടികൾ നിർത്തുക, ജനങ്ങൾ സത്യം മനസ്സിലാക്കുക. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം വസീദ് വബാരിക് അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.